തിരുവനന്തപുരം IB ഉദ്യോഗസ്ഥ മേഘ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദിവസവും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മേഘയുടെ സുഹൃത്തായ മറ്റൊരു IB ഉദ്യോഗസ്ഥയുമായി സുഗാന്തിന് നേരത്തെ തന്നെ ബന്ധമുണ്ടായിരുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. രണ്ടുപേരെയും സുഗാന്ത് ഒരുമിച്ച് കൊണ്ടുപോകുകയായിരുന്നു. രണ്ടുപേരോടും വിവാഹം കഴിക്കാം എന്ന വാഗ്ദാനവും നൽകിയിരുന്നു. മേഘയുടെ സുഹൃത്തായ IB ഉദ്യോഗസ്ഥയ്ക്ക് മേഘയും സുഗാന്തും തമ്മിലുള്ള ബന്ധം നേരത്തെ തന്നെ അറിയാമായിരുന്നു. എമിഗ്രേഷൻ വിഭാഗത്തിലെ ഒട്ടുമിക്ക ഉദ്യോഗസ്ഥർക്കും മേഘയും സുഗാന്തും തമ്മിലുള്ള ബന്ധം അറിയാം. പക്ഷെ മറ്റേ IB ഉദ്യോഗസ്ഥയുമായിട്ടുള്ള ബന്ധം ആർക്കും അറിയില്ല. മേഘയും സുഗാന്തും ബന്ധത്തിലിരിക്കുന്ന സമയത്താണ് മറ്റേ IB ഉദ്യോഗസ്ഥയുമായി സുഗാന്ത് പരിചയപ്പെടുന്നത്. ഇരുവരും സുഹൃത്തുക്കളായിരുന്നു. മേഘയ്ക്ക് മുന്നേ നിന്നെ ഞാൻ കണ്ടില്ലല്ലോ എന്ന് സുഗാന്ത് ഇടയ്ക്കിടയ്ക്ക് ഖേദപൂർവ്വം പറയുമായിരുന്നു. പിന്നീട് അതൊരു പ്രണയത്തിലേക്ക് വഴിമാറി. മേഘയെ തന്ത്രപൂർവ്വം ഉപേക്ഷിച്ച് IB ഉദ്യോഗസ്ഥയെ വിവാഹം കഴിക്കാമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ മേഘയോട് സുഗാന്ത് കൂടുതൽ അടുക്കുകയാണ് ചെയ്തത്. അവളുടെ സമ്പാദ്യമെല്ലാം കൈക്കലാക്കി അവരൊരുമിച്ച് താമസിക്കുകയും ചെയ്തു. ശാരീരികമായും മാനസികമായും ഒന്നായി. പക്ഷേ മേഘയോടൊപ്പം താമസിക്കുമ്പോഴും മറ്റേ IB ഉദ്യോഗസ്ഥയുമായിട്ടുള്ള ബന്ധം ഇയാൾ തുടർന്നുകൊണ്ടിരുന്നു. 2 തവണ അബോർഷൻ നടത്തേണ്ട സാഹചര്യമുണ്ടായി. കരിയറിന്റെ കാര്യവും ജോലിക്കാര്യമെല്ലാം പറഞ്ഞുകൊണ്ടാണ് മേഘയെ ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചത്. മനസ്സില്ലാ മനസ്സോടെയാണ് മേഘ അതിന് തയ്യാറായത്. അതിനുവേണ്ടി വെഡ്ഡിംഗ് കാർഡും വിവാഹ സർട്ടിഫിക്കറ്റും വിവാഹ ഫോട്ടോയുമൊക്കെ സംഘടിപ്പിച്ചു. ഈ അടുത്തിടെയാണ് മേഘയുടെ മറ്റൊരു സുഹൃത്ത് മറ്റേ IB ഉദ്യോഗസ്ഥയെയും സുഗാന്തിനെയും നേരിൽ കാണുന്നത്. അവരാണ് മേഘയോട് ഈ കാര്യം പറയുന്നത്. മേഘ സുഗാന്തിന്റെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് കാര്യങ്ങളെല്ലാം വ്യക്തമാകുന്നത്. ഒരു IB ഉദ്യോഗസ്ഥ മാത്രമല്ല, ഒരുപാട് സ്ത്രീകളുമായിട്ട് സുഗാന്തിന് ബന്ധമുണ്ട്. സുഗാന്തിൽ നിന്ന് മേഘ ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. മേഘ ആകെ തകർന്നുപോയ നിമിഷങ്ങളായിരുന്നു അത്. തന്റെ കൂട്ടുകാരിയോട് പോലും സുഗാന്ത് ഇങ്ങനെ പെരുമാറുമെന്ന് മേഘ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മറിച്ച് തന്റെ കൂട്ടുകാരി തന്നോട് ചെയ്തതും ഇതേ ചതി തന്നെയല്ലേ. മേഘക്ക് ആകെ ഭ്രാന്തു പിടിക്കുന്നത് പോലെ തോന്നി. സുഗാന്തിനോട് കാര്യം തിരക്കിയപ്പോൾ അയാൾ ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്തു. എന്തു ചെയ്യണമെന്നറിയാതെ മേഘ ആകെ വിഷമിക്കുകയായിരുന്നു. താൻ വലിയൊരു ചതിയിൽ അകപ്പെട്ടിരിക്കുന്നു. തൻ്റെ മനസ്സും ശരീരവും പണവും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ തനിക്ക് സുഗാന്തില്ലാതെ മുന്നോട്ട് പോവാൻ പറ്റില്ല. ഇനി മറ്റൊരാളുടെ മുമ്പിൽ കഴുത്തു നീട്ടാനും പറ്റില്ല. ഇനി മറ്റൊരാളെ കൂടി ചതിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും സുഗാന്തിനെ തിരിച്ച് തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടിയായിരുന്നു പിന്നീട് മേഘയുടെ ശ്രമം. എന്നാൽ സുഗാന്ത് അതിന് വഴങ്ങിയില്ല. ഇനി താൻ മരിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന് മേഘ മനസ്സിലാക്കി. അങ്ങനെയാണ് ആ പാവം പെൺകുട്ടി മരിക്കാൻ തീരുമാനിച്ചത്. മറ്റൊരു കാര്യം അറിയാൻ കഴിഞ്ഞത് ആദ്യ ഗർഭചിത്രം നടത്താനായി തന്നെ ആശുപത്രിയിലെത്തിയപ്പോൾ സുഗാന്ത് ഉണ്ടായിരുന്നു എന്നും. എന്നാൽ പിന്നീട് കൂടെ വന്നതെല്ലാം സുഗാന്തിന്റെ പെൺസുഹൃത്താണെന്നും പറയുന്നു. സുഗാന്ത് വരാത്തതിനെ തുടർന്ന് പലപ്പോഴും പരിഭവം പറഞ്ഞതായി തന്നെ മേഘയുടെ സുഹൃത്തുക്കൾ ഓർത്തു പറയുന്നുണ്ട്. എന്നാൽ മേഘയോടൊപ്പം എത്തിയിരുന്നത് സുഗാന്തിന്റെ ഈ പെൺസുഹൃത്താണ്. ഗർഭചിത്രത്തിനായി ആശുപത്രിയിലെത്തിച്ച വ്യാജരേഖകൾ തയ്യാറാക്കി എന്ന് സ്ഥിരീകരിച്ചു. ചികിത്സാരേഖകൾ യുവതിയുടെ വീട്ടുകാർ കണ്ടെടുക്കുകയും പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് ഗർഭചിത്രത്തിന് പിന്നിൽ മറ്റൊരു യുവതിയുടെ ഇടപെടൽ കൂടിയുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ആ അന്വേഷണത്തിനൊടുവിലാണ് സുഗാന്തിന്റെ കള്ളക്കളികൾ വെളിച്ചത്ത് വരുന്നത്. സുഗാന്തിന്റെ മറ്റൊരു പ്രണയിനിയാണ് ഈ പെൺസുഹൃത്ത്. ഈ പെൺസുഹൃത്തുമായിട്ടുള്ള ബന്ധം തിരിച്ചറിഞ്ഞതോടെയാണ് മേഘ മരിക്കാൻ തീരുമാനിച്ചത്. മേഘ സുഗാന്തിനോടും പെൺസുഹൃത്തിനോടും കാലു പിടിച്ച് അപേക്ഷിച്ചു. ഞാനും സുഗാന്തും തമ്മിലുള്ള ബന്ധം നിനക്കറിയില്ലേ? അയാളുടെ കുട്ടിയെ എത്ര വട്ടം ഞാൻ ഗർഭം ചുമന്നു. നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നതല്ലേ? ദയവ് ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവണം. ഞാൻ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയതുകൊണ്ട് ഒന്നും ശരിയാവാൻ പോകുന്നില്ല. അവന് ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് പെൺസുഹൃത്ത് മേഘയോട് പറഞ്ഞത്.